ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പെരി പെരി അൽഫാമിന്റെ റെസിപ്പിയാണ്. നമുക്ക് അവനും ഗ്രില്ലും ഒന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഡിഷിൽ വീട്ടിൽ എങ്ങനെയാ അൽഫാം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് മസാല ഒന്ന് പൊടിച്ചു വെക്കാനുണ്ട്. ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെനൽ സീഡ്. പിന്നെ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുക. 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ പൊടിച്ചെടുത്ത് വന്നിന്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോ ചെറിയ ഉള്ളിയാട്ടോ എടുത്തത്, അതുകൊണ്ട് ഒരു ഉള്ളി ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ പകുതി മതി. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് വലുപ്പമുള്ളതാട്ടോ ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിപ്പോ 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കാം. അതില്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ നല്ല ഫൈനായിട്ട് അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിന്. ഇനി ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോ കാശ്മീരി ചില്ലിയാട്ട ചേർത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കന് ഞാനിപ്പോ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. കുറച്ച് വലുപ്പമുള്ള പീസായിട്ട് അങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്തിന്. അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ചിക്കനെല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിപ്പോ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ഓവർനൈറ്റ് വെക്കാം. ഏറ്റവും ബെറ്റർ ഓവർനൈറ്റ് അങ്ങനെ വെക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ എന്തായാലും ഒരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോ ഇത് പിറ്റേന്ന് രാവിലെ ആട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. ഇത് ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലാട്ടാ വെച്ചത്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. അപ്പോൾ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പേ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിന്. എന്നിട്ട് ഇപ്പോൾ ചിക്കന് ഫ്രൈ ആക്കാൻ പോകുന്നത്. അപ്പൊ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുത്ത പാട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ 2 സൈഡും ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് അങ്ങനെ തന്നെ അടച്ചു വെക്കാണ്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ചിക്കന് ഒന്നങ്ങനെ തിരിച്ചു മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോ 1-2 തവണ അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ടാട്ടാ ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ 1-2 തവണ അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മളെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടീസ്പൂൺ നിറയായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്തത് ഇപ്പം നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തിട്ടെടുക്കണം. പെരി പെരി അൽഫാം സാധാരണ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ചേർക്കുന്ന ചില്ലി ഫ്ലേക്സിന്റെ അളവും അതുപോലെ മുളക് പൊടിന്റെ അളവെല്ലാം നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് ചേർക്കാൻ വേണ്ടി നോക്കാം. ആ ഒരു സമയത്തേക്ക് നമ്മളെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് ഈ ഒരു ചിക്കന്റെ മേലെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മളെ പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോയിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കറക്റ്റ് എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.